കോതമംഗലം മാതിരപ്പള്ളി സ്വദേശിയായ 38-കാരൻ അൻസിലാണ് മരിച്ചത്. ഈ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ പെൺ സുഹൃത്തായ 30-കാരിയായ യുവതിയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 29-ാം തീയതി അൻസിലിനെ യുവതി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർത്തി നൽകി എന്നാണ് പരാതിയിൽ പറയുന്നത്. ശേഷം 30-ാം തീയതി അൻസിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തനിക്ക് ഇത്തരത്തിൽ ഈ യുവതി വിഷം നൽകിയിട്ടുണ്ട് എന്ന് അൻസിൽ തന്നെ ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളും അതുപോലെ തന്നെ കോതമംഗലം പോലീസും സ്ഥലത്തെത്തി അൻസിലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതുകൂടാതെ ഈ പെൺകുട്ടി അൻസിലിന്റെ അമ്മയോട് താൻ ഇത്തരത്തിൽ മകന് വിഷം നൽകിയിട്ടുണ്ട് എന്ന് വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. മോനെയും ഉമ്മാനെയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങനെ വിഷം കടത്തി ഇവിടെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പോക്കോട്ടോ എന്ന് പറഞ്ഞു. ആ പെണ്ണ് വിളിച്ചു പറഞ്ഞു. അവനെ വിളിച്ചു പറഞ്ഞപ്പോ അവൻ ആദ്യം വിചാരിച്ചു ഇവള് ചുമ്മാ പറയണമെന്ന് വിചാരിച്ചു. പിന്നീടായപ്പോ ഇവള് വീട്ടിലേക്ക് കൂടി വിളിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഇതായി. അപ്പൊ ഇവൻ നേരെ കോതമംഗലത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അപ്പോഴത്തേക്ക് അനിയനെ കെട്ടി പേര്. അൻസിലിനെ സംബന്ധിച്ച് പോലീസ് പറയുന്നത് നിരവധി NDPS കേസുകളിൽ പ്രതിയാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് അൻസിൽ. മാത്രമല്ല അൻസിൽ വിവാഹിതനാണ്. അൻസിലിന്റെ മക്കളുമുണ്ട്. ഇതിനിടയിലാണ് ഈ ചേലാട് സ്വദേശിയായ പെൺകുട്ടിയുമായി ഇയാൾ ബന്ധം പുലർത്തി വന്നിരുന്നതെന്നാണ് പറയുന്നത്. ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻസിലിന് വിഷം കലർത്തി നൽകാൻ ഈ പെൺകുട്ടി തീരുമാനിച്ചത്. ഏതായാലും ചോദ്യം ചെയ്യലിൽ താൻ അൻസിലിന് വിഷം കലർത്തി നൽകി എന്ന ഈ പെൺകുട്ടി സമ്മതിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ ശാസ്ത്രീയ പരിശോധനയിൽ വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് അൻസിലിന്റെ മരണകാരണം എന്ന് വ്യക്തമായാൽ തന്നെ പെൺകുട്ടിയുടെ അറസ്റ്റ് കോതമംഗലം പോലീസ് രേഖപ്പെടുത്തും. ഏതായാലും ഈ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് പെൺകുട്ടി നിലവിലുള്ളത്. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം സ്നേഹമോൾ നയനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.